കരിക്കിൻ്റെ ലേറ്റസ്റ്റ് വെബ് സീരീസായ പൊരുളിൻ്റെ അവസാനത്തെ എപ്പിസോഡ് ഇന്ന് റിലീസായി. ഞാൻ അത് കണ്ടു. അപ്പോൾ ഈ 5 എപ്പിസോഡും കണ്ടതെന്ന് എൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ പറയാം. കാരണം 5 എപ്പിസോഡുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലറാണ് ഈ ഒരു പൊരുൾ. എനിക്ക് തോന്നുന്നു കരിക്ക് ആദ്യമായിട്ടാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലർ അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യം എടുത്ത് പറയേണ്ടത് ഇവരുടെ കോണ്ടൻറ് മേക്കിംഗ് ക്വാളിറ്റിയാണ്. കാരണം ഇവരെ അറിയാമല്ലോ, ഇവർ സോഷ്യൽ മീഡിയാസിന് വേണ്ടി മാത്രം കോണ്ടൻറ് ചെയ്യുന്നൊരു കമ്പനിയാണ് കരിക്ക്. അവരതല്ലാതെ മറ്റു OTTക്കോ അങ്ങനെ ഒന്നും, അല്ലെങ്കിൽ ഒരു വലിയ ക്വാളിറ്റി അങ്ങനത്തെ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന രീതിയിലുള്ള സംഭവമാണ്. പക്ഷേ എന്നാൽ പോലും യൂട്യൂബിനാണെങ്കിലും എന്തിനാണെങ്കിലും അതിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഈ സീരീസിലെ ഈച്ച് ആൻഡ് വൺ, അതായത് എല്ലാ എപ്പിസോഡിലും ഇതിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോംസും, അതിൻ്റെ ക്യാമറ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കറക്റ്റായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ കരിക്ക് ഓരോ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുമ്പോഴും അവരുടെ ക്വാളിറ്റിയിൽ വരുത്തുന്ന ചേഞ്ചസ് കിടിലമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിങ്, ഇതിലിപ്പോൾ ജോർജൊക്കെ സീരിയസ് ആയിട്ട് അഭിനയിച്ചിട്ട് ഞാൻ ഈ അടുത്തൊന്നും വേറെ കണ്ടത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ആളൊക്കെ പെഡ് കിട്ടി ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ മാലാപാർവതി ആണെങ്കിലും പിന്നെ ഇതുമാതിരി 2 സൈഡ് കാസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ മെയിൻ കാസ്റ്റിംഗ് എല്ലാം കിടിലമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വേറൊരു സംഭവമുണ്ട്. കാരണം കരിക്കിലെല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇഷ്ടമാവാത്തൊരു സംഭവം എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതായിരിക്കും, ഒരു വീഡിയോൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു പോണത്. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു 5 എപ്പിസോഡുള്ള സീരീസാണ്. ഇതിൽ ഈ 5 എപ്പിസോഡിലും ഇവർ ഇതാരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ചിട്ട് അവരിങ്ങനെ വീഡിയോൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു വന്ന പരിപാടിയില്ല, അത് വളരെ കുറവാണ്. ഇതിൽ ഈ 5 എപ്പിസോഡുള്ളതിൽ 2-3 എപ്പിസോഡിൽ മാത്രമാണ് അത് പറഞ്ഞു പോകുന്നത്. അതും സാഹചര്യത്തിനനുസരിക്കുന്ന രീതിയിൽ സ്ക്രിപ്റ്റിൽ അവർ വരുത്തിയിട്ടുണ്ട്. അതല്ലാതെ അനാവശ്യമായിട്ട് എല്ലാ എപ്പിസോഡിലും ഇത് കുത്തിക്കയറ്റാമെന്ന് വെച്ചാൽ അവർ ചെയ്തിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലറാണ്. അതിൻ്റെ മൂഡ് കളയാത്ത രീതിയാണ് ഇത് പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ 5ാമത്തെ എപ്പിസോഡിൽ ഇതിലെവിടെയും ഈ ഒരു ടൈറ്റിൽ സ്പോൺസർ ചെയ്ത ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. അവർ ജസ്റ്റ് ആ ഫൈനൽ എപ്പിസോഡിൽ എന്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് അത് മാത്രം ഫോളോ ചെയ്താണ് പോകുന്നത്. അതല്ലാതെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ രീതിക്കും അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനും ഒരു കൃത്യമായൊരു സംഭവം അവർ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാ യൂട്യൂബ് ചാനലാണെങ്കിലും എന്താണെങ്കിലും വെറുതെ ആർക്കും ഒരു പരസ്യം ഇതെല്ലാം ഇട്ട് അങ്ങനെ ചെയ്യുന്ന പരിപാടി ഉണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കിടിലായിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും കരിക്ക് ഇപ്പോൾ വളരെ കിടിലായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ആർക്കും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, ഇവർ സിനിമ ഇൻഡസ്ട്രിയിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കിടിലായിരിക്കും. കാരണം ഇവർ ചെറിയ ഷോസ് അടക്കം ഇത്രയും കിടിലായിട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വലിയൊരു സിനിമ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായി. അതായത് സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വലിയ സംഭവം ഉള്ള പോലും തോന്നിയില്ല. പക്ഷേ അത് ഡയറക്റ്റ് ചെയ്ത മേക്കിംഗ് സ്റ്റൈൽ ഇതെല്ലാം കൊണ്ടിട്ട് കിടലായിട്ടുണ്ട്. പിന്നെ ഇത് ഗൗതമാണെങ്കിലും പിന്നെ ആളുടെ പാർട്ണർ തന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കണം, മാളവിക വി. എൻ്റെ ഫേവറേറ്റ് എഡിറ്റേഴ്സിലൊരാണ് ആൾ. അപ്പോൾ അവരെല്ലാം കിടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോ. മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ വരുന്ന സാധനമല്ലേ. എന്നാലും ഇപ്പോൾ കാണാത്ത ആളാണെങ്കിൽ പോലും 5 എപ്പിസോഡ് കാണുകയാണെങ്കിൽ ഒരുമിച്ചിരുന്ന് കാണാം. കാരണം ഒരു സിനിമ കാണുന്ന അത്ര ടൈം പോലും വേണ്ട. 2 മണിക്കൂറിന് നിങ്ങൾക്ക് ഈ ഒരു 5 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 20-25 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ജസ്റ്റ് വീഡിയോൻ്റെ ഇതിൽ കമൻസിൽ പറയാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.